പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ 2 റോബസ്റ്റ് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് നമ്മളത് റെഡിയാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ റോബസ്റ്റ് പഴം ഞാൻ എന്താ ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് പാത്രങ്ങളൊന്നും ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഒരൊറ്റ പാത്രത്തിൽ മാത്രമാണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നതും എല്ലാം. അപ്പോൾ അത് 2 റോബസ്റ്റ് പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കോഴിമുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ആദ്യം ഒരു റോബസ്റ്റ് പഴം നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള പാനിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ അതിൽ സ്ക്രാച്ച് വീഴുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രാച്ച് വീഴുന്നത് ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു പഴം ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറൊരു പാത്രത്തിൽ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പഴം കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടുള്ള അളവാണ് 1 കപ്പ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ ഒന്നങ്ങ് അലിഞ്ഞ് വരണം. ഇപ്പോൾ ഞാനിതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പാറ്റിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വിസ്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. വേറൊരു പാത്രത്തിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതാവും നല്ലത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പോട് കൂടിയിട്ടുള്ള പാലെടുക്കരുത്. തണുപ്പൊന്ന് പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പഴവും മുട്ടയും എല്ലാത്തിൻ്റെ കൂടെ ഇതൊന്ന് യോജിച്ച് വരണം കേട്ടോ. ഈ ഒരു ഓയിലും പാലും ഒന്ന് നന്നായിട്ട് യോജിച്ച് എടുക്കണം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. വിസ്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒന്ന് യോജിച്ച് കിട്ടും കേട്ടോ പെട്ടെന്ന്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒട്ടൊന്നും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ല. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഒറ്റ പാനിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യലും അതുപോലെ ബേക്ക് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു മിക്സിംഗ് ബൗളിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് കയറി വന്നിട്ടുള്ള മാവൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് സൈഡിലേക്ക് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് വടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാത്ത ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതിൽ നേരിട്ട് ഹീറ്റ് ആവാത്ത രീതിയിൽ, അതായത് നേരിട്ട് ഹീറ്റ് ആകുമ്പോൾ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അടിവശം. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാനോ വെച്ചിട്ട്, പഴയ പാനൊക്കെ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഓരോ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബേക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ ഇതാ എനിക്ക് ഒരു 35 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്കത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ അതിനൊരു മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കേക്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും കേട്ടോ ഈ ഒരു കോഫി. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേക്കിന്. അപ്പോൾ അതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗണാഷ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗണാഷയ്ക്ക് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമും അതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റാക്കി എടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ മെൽറ്റാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം, തണുപ്പിക്കാതെയും കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബനാന ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.